ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും മടങ്ങിയെത്തുന്നു എന്ന വാർത്ത കേട്ടതു മുതൽ വൈജയന്തിയുടെ മനസ്സ് കലുഷിതമായിരുന്നു. ഒരു ഭ്രാന്തിയെ പോലെ, അല്ലെങ്കിൽ ചങ്ങലയിൽ കിടന്ന് പിടയുന്ന ഒരു കുട്ടിയാനയെ പോലെ അവൾ വീടിന്റെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥമായി നടന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും നിരാശയും മാറി മാറി മിന്നിമറഞ്ഞു. താൻ വരച്ച വരയിൽ താൻ തന്നെ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു അവൾ. ബാലചന്ദ്രനെ മെരുക്കാമെന്നും അലീനയെ ഒഴിവാക്കാമെന്നും കരുതിയ അവളുടെ കണക്കൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചുപോയിരുന്നു. ഇനി എനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. വൈജയന്തിയുടെ ശബ്ദം വിറച്ചു. അവൾ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി ആക്രോശിച്ചു. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യും, അത്ര തന്നെ. അവളുടെ ആ ഭീഷണി കേട്ട് അവിടെ കൂടി നിന്നവർക്ക് സഹതാപമല്ല, മറിച്ച് പുച്ഛമാണ് തോന്നിയത്. മുത്തശ്ശിക്ക് അത് കേട്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത് പൊട്ടത്തരമാ പെണ്ണെ നീ ഈ വിളിച്ചു പറയുന്നത്? നീ എന്തൊക്കെയാടി പുലമ്പുന്നത്? നീ തന്നെയല്ലടി ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുത്തി വെച്ചത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം നിനക്കുണ്ടായിരുന്നോ? മുത്തശ്ശിയുടെ ചോദ്യം വൈജയന്തിയുടെ നെഞ്ചിൽ തറച്ചു. രാജീവനും അടങ്ങി നിന്നില്ല. അയാൾ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, വൈജയ്, നീ ഒരു കാര്യം ഓർക്കണം. 2 കൈകളും കൂടി അടിച്ചാലേ ശബ്ദമുണ്ടാവുള്ളൂ. ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നീ വീണ്ടും വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. സത്യം പറഞ്ഞ നീയാണ് പ്രശ്നങ്ങളെല്ലാം വഷളാക്കുന്നത്. ഇതിന്റെയൊക്കെ വല്ല കാര്യം നിനക്കുണ്ടായിരുന്നോ? വെറുതെ എന്നെയും കൂടി ഇവിടേക്ക് വിളിച്ചു വരുത്തി. ഇപ്പോ ബാലചന്ദ്രന്റെ മുന്നിൽ ഞാനും ശത്രുവായില്ലേ? രാജീവന്റെ വാക്കുകൾ വൈജയന്തിയെ ചുടിപ്പിച്ചു. ഓഹോ, അപ്പോ ഏട്ടൻ ബാലചന്ദ്രന്റെ മുന്നിൽ ശത്രുവായ കഥയെ പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഏട്ടൻ എന്റെ ഏട്ടനാണ്, അല്ലാതെ ബാലചന്ദ്രന്റെ ദാസപണി ചെയ്യുന്ന ആളൊന്നുമല്ല. എന്റെ ഏട്ടന്മാർക്ക് പണ്ട് മുതലേ ബാലചന്ദ്രന്റെ വാക്ക് കേട്ടു നടക്കുന്നവരാണ്. വൈജയന്തിയുടെ വാക്കുകൾക്ക് മൂർച്ചയേറിയപ്പോൾ മുത്തശ്ശി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പോ എല്ലാവരും അനുഭവിക്കുന്നത്. അത് കേട്ട രാജീവൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശി പറഞ്ഞത് സത്യമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. ഇവളുടെ താളത്തിനൊത്ത് തുള്ളുകയും ഇവളുടെ കോപ്രായങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുകയും തേനെ പൊന്നെ ചക്കരെ എന്നൊക്കെ വിളിച്ച് വഷളാക്കുകയും ചെയ്തതാണ് ഇതിനൊക്കെ കാരണം. അങ്ങനെയൊക്കെ വഷളാക്കി വെച്ചിട്ട് ആഗ്രയിലേക്ക് പഠിക്കാൻ വിട്ടു. അവിടെ ചെന്നിട്ട് എന്തുണ്ടായി? ഒരുത്തനുമായിട്ട് കൂട്ടുകൂടി. ബാക്കി ചരിത്രമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. രാജീവന്റെ വാക്കുകൾ വൈജയന്തിയുടെ പഴയ മുറിവുകളെ കുത്തി നോവിപ്പിച്ചു. എങ്കിലും അവൾ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. സ്റ്റാൻലിയുമായിട്ടുള്ള തന്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതൊന്നുമല്ലല്ലോ. വൈജയന്തി ദേഷ്യം കൊണ്ട് അലറി വിളിച്ചു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഏട്ടന് വേണമെങ്കിൽ പോവാം. ആരും എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ വൈജയന്തിക്ക് കുറച്ച് തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ മാറ്റാൻ ആരെക്കൊണ്ടും പറ്റില്ല. വൈജയന്തി ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കാനൊന്നും പോകുന്നില്ല. ആ കാര്യം ഏട്ടൻ ഓർത്തോ? ബാലചന്ദ്രൻ അലീനയുമായിട്ടുള്ള വിവാഹം നടത്തിയാലും എനിക്ക് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എനിക്ക് ഒറ്റക്ക് പൊരുതാനറിയാം. ഒറ്റക്ക് പൊരുതാനും നേടാനുമുള്ള ഊർജം ഞാൻ തന്നെ സംഭരിച്ചു കഴിഞ്ഞു. അവളുടെ അഹങ്കാരം കണ്ട മുത്തശ്ശി ചോദിച്ചു, നിനക്ക് ഇത്രയുമൊക്കെ ഊർജമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ രാജീവനൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? വെറുതെ ഇവനൊക്കെ വിളിച്ച് ബാലചന്ദ്രന്റെ തലവേദന ഉണ്ടാക്കി അവസാനം അലീനെ ഇറക്കി വിട്ടു. ബാലചന്ദ്രനെയും വെറുപ്പിച്ചു. ഇപ്പൊ ബാലചന്ദ്രൻ റിസോർട്ടും എടുത്ത് മാറി താമസിക്കേണ്ട ഗതികേടായില്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ നിനക്ക്? അമ്മ ഇടക്ക് കയറി വൈജയന്തിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. രാജീവ, ബാലചന്ദ്രൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു വേലക്കാരിയും കൊണ്ട് റിസോർട്ടിലേക്ക് പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? അമ്മേ, രാജീവൻ തടസ്സപ്പെടുത്തി. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അമ്മയുടെ അസുഖം നോക്കാതെ ഞാൻ മറുപടി അങ്ങ് പറയും. ബാലചന്ദ്രൻ ചെയ്തത് മോശമായിരിക്കാം. പക്ഷേ അലീന അങ്ങനെയുള്ളൊരു പെണ്ണാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവർ തമ്മിൽ തെറ്റായ ബന്ധമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മ ആ വിശ്വാസത്തിൽ ഇവിടെ ഇരുന്നോ? രാജീവൻ പോവാൻ തയ്യാറെടുത്തു. ഞാൻ പോവാണ്, ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഗംഗാധരൻ വന്ന് പഴയ കഥകൾ വരെ കുത്തിപ്പൊക്കി പറഞ്ഞിട്ടും ഇവൾക്കൊരു കുലുക്കവുമില്ല. പാമ്പ് ചീറ്റുന്നത് പോലെ ഇവൾ നിൽക്കുകയാണ്. ഈ കുടുംബം ഇവൾ തന്നെ തകർക്കും. പിന്നെ അലീന എന്ന പെൺകുട്ടിക്ക് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് ഇവിടെ നിന്നങ്ങ് പോയാ പോരായിരുന്നോ? അവളെ എനിക്ക് ഇഷ്ടമാണ്, നല്ല കുട്ടിയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് കൂട്ടി നിൽക്കാനൊന്നും എനിക്ക് വയ്യ. രാജീവൻ പടിയിറങ്ങിപ്പോയി. വൈജയന്തി വീണ്ടും തനിച്ച്. അവൾ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബാലചന്ദ്രനെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അലീനയും കൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ അവളുടെ ഉള്ളിലാകെ തീയാണ്. അതേസമയം റിസോർട്ടിൽ നിന്നും ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും മടങ്ങുകയായിരുന്നു. കാറിനുള്ളിൽ നിശബ്ദതയായിരുന്നുവെങ്കിലും അലീനയുടെ മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. അവൾ ഭയത്തോടെ ബാലചന്ദ്രനെ നോക്കി. സർ, നമുക്ക് അവിടെ പോവണോ സാറേ? അലീനയുടെ ശബ്ദമിടറി. വെറുതെ ചെന്ന് വൈജയന്തി മാഡത്തിന്റെ BP കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? മാഡത്തിന് എന്നെ ഇഷ്ടമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എന്നെ നേരെ പാലാരിവട്ടത്തേക്ക് കൊണ്ടുപോയി വിട്ടാൽ മതി. അവിടെ രേവതിക്കുട്ടിയും ഗ്രേസ്യാമ്മയും ആമച്ചനും എല്ലാവരും ഉണ്ടല്ലോ.
ബാലചന്ദ്രൻ കാർ ഡ്രൈവിങ്ങിനിടയിൽ തന്നെ അവളെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ വാത്സല്യം ഒപ്പം ചെറിയൊരു ശാസനയും ഉണ്ടായിരുന്നു. ഓ, നിനക്കിപ്പോ അവരാണോ വലുത്? അപ്പോ നിനക്ക് ഞാൻ ആരുമല്ലേ? രേവതിക്കുട്ടിയുടെ മാമച്ചനെ പോലെ തന്നെ നിന്നെ ഞാനും എന്റെ മകളുടെ സ്ഥാനത്താണ് കാണുന്നത്. അത് നീ മറന്നുപോയോ? അപ്പോ ഞാൻ നിനക്ക് ആരാണ്? അലീന മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. അപ്പോഴാണ് പിൻസീറ്റിലിരുന്ന കൃഷ്ണമോൾ ഇടപെട്ടത്. എന്താ അലീന ചേച്ചി ഇത്? നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കല്ലേ? അലീന അത്ഭുതത്തോടെ തന്നെ തിരിഞ്ഞു നോക്കി. നമ്മുടെ വീടോ? അതെ, കൃഷ്ണമോൾ ഉറപ്പിച്ചു പറഞ്ഞു. അത് അലീന ചേച്ചിയുടെയും കൂടി വീടാണ്. ഇനി മുതൽ അലീന ചേച്ചി അവിടെ ആർക്കും ഒരു അധിക പറ്റില്ല. ആരെങ്കിലും ചേച്ചിയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി ചേച്ചിയെ ആരെങ്കിലും വേദനിപ്പിക്കാൻ നിന്നാൽ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ബാലചന്ദ്രൻ ചിരിയോടെ മകളെ ഒന്ന് നോക്കി. എടി കൃഷ്ണമോളെ, നിനക്ക് ഭയങ്കര ധൈര്യം കൂടിയിട്ടുണ്ടല്ലോ. നിന്റെ അമ്മയോട് കൊമ്പ് കോർക്കാൻ നീയും കൂടെ കൂടുകയാണോ? അമ്മ എന്നല്ല അച്ഛാ, അലീന ചേച്ചിയെ ആരെന്ത് പറഞ്ഞാലും ഞാൻ കൊമ്പ് കോർക്ക് തന്നെ ചെയ്യും, കൃഷ്ണമോള് പറഞ്ഞു. എന്റെ സുന്ദരി ചേച്ചിയല്ലേ, എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ചേച്ചീനെ. ദൈവം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നതാണ് അലീന ചേച്ചിയെ. അലീനയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. കൃഷ്ണമോളുടെ വാക്ക് കേട്ട് അലീനയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്നാണ് മോളുടെ മനസ്സ് മാറുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ എങ്ങനെ മാറാതിരിക്കും? ബാലചന്ദ്രൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അലീന അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്? കൃഷ്ണമോൾ ആവേശത്തോടെ പറഞ്ഞു. അതെ, എനിക്ക് ലഞ്ച് ബോക്സിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. എൻ്റെ മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കും. ഇതൊക്കെ പോരെ ചേച്ചിയോട് എനിക്കിഷ്ടം തോന്നാനായിട്ട്? പിന്നെ അച്ഛനാണ് എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചത്. അലീന ചേച്ചി പാവമാണെന്നും അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് ചേച്ചി കാരണമല്ലെന്നും അച്ഛൻ പറഞ്ഞു തന്നു. പിന്നെ ഞാനെന്തിനാ ചേച്ചിയെ വെറുക്കുന്നത്? അലീന ചേച്ചി എന്നും എൻ്റെ ചേച്ചിക്കുട്ടി തന്നെയാണ്. ഒത്തിരി ഇഷ്ടത്തോടെ കൃഷ്ണമോള് പറഞ്ഞു. കാർ കടപ്പാട്ടൂറിന്റെ വീട്ടിലെ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ബാലചന്ദ്രൻ അലീനയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. ഒരു കാര്യമുണ്ട് അലീന, അവിടെ ചെല്ലുമ്പോൾ അന്തരീക്ഷം അത്ര നല്ലതായിരിക്കില്ല. പലരും പലതും പറയും. അതൊന്നും നീ കാര്യമാക്കി എടുക്കരുത്. ഒരു ചെവിയിലൂടെങ്ങ് കേട്ടിട്ട് മറു ചെവിയിലൂടെങ്ങ് കളഞ്ഞു പോവണം. ഒന്നും മനസ്സിൽ സൂക്ഷിക്കരുത്. അവിടുത്തെ കാര്യം നോക്കാനൊക്കെ ഞാനുണ്ട്. ഞാൻ പറയുന്നത് മാത്രം നീ അങ്ങ് കേട്ടാ മതി. ആരെന്ത് പറഞ്ഞാലും നീ പ്രതികരിക്കാനൊന്നും പോവരുത്. നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് നീ എന്നോട് പറയുക. അവർ പിന്നെ അത് ഒരു തവണ മാത്രമേ പറയുള്ളൂ, മനസ്സിലായോ? അലീന തലയാട്ടി. ബാലചന്ദ്രന്റെ വാക്കുകൾ അവൾക്ക് ധൈര്യം നൽകി. കടപ്പാട്ടൂർ വീട്ടുമുറ്റത്ത് ബബിത ഫോണിൽ തന്റെ കാമുകനുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എവിടെയാടാ? നാളെ വരാമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. അവൾ കൊഞ്ചിക്കൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് ബാലചന്ദ്രൻ കാറിന്റെ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് വന്നത്. കാറ് വന്നു നിന്നതും ബബിത അമ്മയെന്ന് നീട്ടി വിളിച്ച് അകത്തേക്ക് പോയി. ആ വിളി കേട്ട് വൈജയന്തിയും രോഹിത്തും എല്ലാവരും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. കാറിൽ നിന്നും ആദ്യം ബാലചന്ദ്രനും കൃഷ്ണമോളും ഇറങ്ങി. ബാലചന്ദ്രന്റെ മുഖത്ത് ഗൗരവം നിഴലിച്ചിരുന്നു. കൃഷ്ണമോള് ഓടിച്ചെന്ന് അലീന ഇരുന്ന വശത്തെ ഡോർ തുറന്നു കൊടുത്തു. അലീന മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അലീനയെ കണ്ടതോടെ വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. ദേഷ്യം കൊണ്ട് അവൾ വിറച്ചു. പെരുവിരൽ മുതൽ ഉച്ചി വരെ കോപം ഇരിച്ചു കയറി. ശ്വാസം വലിച്ചുകൊണ്ട് തന്നെ അവൾ അലീനയെ തുറുപ്പിച്ചു നോക്കി. ഒരു പാമ്പ് ഇരയെ നോക്കി നിൽക്കുന്നത് പോലെയായിരുന്നു ആ നോട്ടം. വൈജയന്തിയുടെ നോട്ടം കണ്ട് കൃഷ്ണമോള് മുന്നോട്ട് വന്നു. അമ്മയുടെ ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നു. എടി, എവിടെ പോയ ദാരിദ്ര്യമാടി നീ? 2 ദിവസമായിട്ട് ഒരു വിവരമില്ലല്ലോ. വൈജയന്തി മകളോട് കയർത്തുകൊണ്ട് സംസാരിച്ചു. കൃഷ്ണമോള് യാതൊരു കൂസലുമില്ലാതെ മറുപടി പറഞ്ഞു. അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയല്ലേ പോയത്. അച്ഛൻ പോയപ്പോൾ ഞാനും കൂടെ പോയി. അമ്മ കണ്ടില്ലായിരുന്നോ? വൈജയന്തി ദേഷ്യം കൊണ്ട് വിട്ടില്ല. തർക്കുത്തരം പറയുന്നോടി. നിനക്കൊന്ന് വിളിക്കാൻ പോലും പാടില്ലായിരുന്നോ? വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിച്ചു. അതെ, എൻ്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. അല്ല, നിന്റെ കയ്യിലല്ലേ ഫോണില്ലാത്തത്? നിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ. വൈജയന്തിയുടെ നോട്ടം ബാലചന്ദ്രന്റെ നേർക്കായി. ബാലചന്ദ്രൻ ശാന്തമായി മറുപടി നൽകി. അതെ, എൻ്റെ കയ്യിൽ ഫോണുണ്ട്. പക്ഷേ അതെനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാനുള്ളതാണ്, അല്ലാതെ കണ്ട മൂദേവികളെ ഒന്നും വിളിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ആ മറുപടി വൈജയന്തിയുടെ കൺട്രോൾ പൂർണ്ണമായും കളഞ്ഞു. അവൾ അലീനയ്ക്ക് നേരെ തിരിഞ്ഞു. അലീന പേടിച്ച് വിറച്ച് കാറിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. മോളെ അലീന, നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക് കയറി വാ, ബാലചന്ദ്രൻ സ്നേഹത്തോടെ വിളിച്ചു. അലീന ഭയത്തോടെ ഉമ്മറത്തേക്ക് കയറി വന്നു. വൈജയന്തി അവളെ രൂക്ഷമായി നോക്കി നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ ചോദിച്ചു. എന്തിനാണ് ഇനി ഇവളെ ഇങ്ങനെ തുറച്ചു നോക്കി നിന്ന് പേടിപ്പിക്കുന്നത്? അതെ, ഈ വീട്ടിൽ നിനക്കുള്ളതിനേക്കാൾ അവകാശം ഇനി അവൾക്കുണ്ട്. ബാലചന്ദ്രന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അവൾ ഇന്നു മുതൽ ഇവിടുത്തെ വേലക്കാരിയോ ഹോം നേഴ്സോ അടുക്കളക്കാരിയോ ഒന്നുമല്ല. എൻ്റെ 3 മക്കൾ എനിക്ക് എങ്ങനെയാണോ അതുപോലെ എൻ്റെ മൂത്ത മകളായിട്ടാണ് അവൾ ഇനി ഇവിടെ വാഴാൻ പോകുന്നത്. ഇനി അതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ നിമിഷം ഇവിടെ നിന്നും പടിയിറങ്ങാം.
ബാലചന്ദ്രൻ ചുറ്റും കൂടി നിന്നവരെ നോക്കി പറഞ്ഞു. അല്ലാതെ ഇനി അത് എനിക്ക് പറഞ്ഞു തന്ന് അലീനയുടെ പുറകെ നടന്ന് അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ബാലചന്ദ്രനെ നിനക്കറിയാലോ, ഞാൻ പിടിച്ച മുയലിന് ഇപ്പോൾ 100 കൊമ്പാടി. വൈജയന്തി തിരിച്ചടിച്ചുകൊണ്ട് പറയുന്നത് നീ പിടിച്ച മുയലിനെ മാത്രമല്ല, എനിക്കും അറിയാം 100 കൊമ്പുള്ള മുയലിനെയൊക്കെ. നമുക്ക് നോക്കാം ഇതെവിടെ ചെന്ന് അവസാനിപ്പിക്കുമെന്ന്. ബാലചന്ദ്രൻ അലീനയും കൂട്ടി അകത്തേക്ക് പോയി. അലീന, കയറി വാ മോളെ, സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പോയി. ബാലചന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മേ, വൈജയന്തി ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് എന്നോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നില്ലേ? അന്നേരം കൃഷ്ണമോള് കൈ ഉയർത്തിക്കൊണ്ട് തന്നെ വൈജയന്തിയെ തടഞ്ഞു. എന്ത് പറയാനാ അമ്മേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മ ഇനിയെങ്കിലും അടങ്ങി നിന്നില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. അവസാനം ഇവിടെ നാറാൻ പോകുന്നത് അച്ഛനോ അലീന ചേച്ചിയോ ഒന്നുമല്ല, അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും സംസാരിച്ചോളാം. അലീന ചേച്ചി സ്വന്തം മകളെ പോലെ കണ്ട അമ്മക്ക് കൊള്ളാം. അത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തി പൂച്ചിച്ചു. പിന്നെ മകൾ ആരടി ഇവളെ മകളെ പോലെയൊക്കെ കാണുന്നത്? ഹാ, എങ്കിൽ ഇവിടുത്തെ വേലക്കാരിയായിട്ടൊന്നും കാണണ്ട. അലീന ചേച്ചി ഇവിടെ തന്നെ ഇരുന്നോളും. ദേ, ശല്യം ചെയ്യാൻ പോകരുത്, അച്ഛൻ്റെ BP കൂട്ടരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പലതും പറയാനുണ്ട്, അത് ഇപ്പം ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ഞാൻ അമ്മയുടെ മകളല്ലാതായി പോവും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. കൃഷ്ണമോള് വൈജയന്തിക്ക് ഒരു വലിയ താക്കീത് പോലെ നൽകിയതിനു ശേഷം അകത്തേക്ക് പോയി. അന്നേരം വൈജയന്തി തനിച്ചായി, പരാജയപ്പെട്ടവളെ പോലെ. എന്നാൽ പക ഒട്ടും തന്നെ കുറയാതെ അവൾ അവിടെ തന്നെ നിന്നു. കടപ്പാട്ടൂർ വീട്ടിൽ ഇനിയും വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷിയാവാൻ തയ്യാറെടുക്കുകയായിരുന്നു വൈജയന്തി. അങ്ങനെ മഴതോരും മുൻപേ സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.